ചെന്നൈയിൽ ഒരു പേരീസ് ഉണ്ട്. ആ പേരീസിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പേരീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രോഡ്വേ എന്ന് പറയുന്ന ഒരു കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിന്ന് അങ്ങോട്ടാണ് പോണത്. ഇന്ന് സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്, ഉച്ച സമയം. ഇവിടെ നിന്ന് ടിക്കറ്റ് റേറ്റ് 14 രൂപ. KK നഗർ ടു ബ്രോഡ്വേ. ഇതിപ്പോൾ ഉച്ച സമയമാണെങ്കിൽ പോലും ട്രാഫിക്കിന് അത്ര പഞ്ഞം ഉണ്ടാവാൻ വഴിയില്ല. ഈ ഒരു ട്രാഫിക്കിൽ അകപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറാവും. സിഗ്നൽ വീണാലും വണ്ടി അനങ്ങുന്നില്ല. ഒരു സംഭവം കാണിച്ചു തരാം. ഈ ട്രാഫിക് സിഗ്നൽ നോക്കിക്കേ. റെഡ് വരുമ്പോൾ ഹാർട്ട് സിമ്പിൾ. കൊള്ളാം അല്ലേ? സിഗ്നൽ ആയിട്ടുണ്ട്. വണ്ടികൾ 4 സൈഡിൽ നിന്ന് ഒരേ സമയം തള്ളിക്കയറുന്നുണ്ടാവാം ഇത്രയും സമയം എടുക്കുന്നതും ഈ ട്രാഫിക്കും. ഈ റൂട്ടിൽ രാവിലെ ജോലിക്ക് പോകുന്നവരുടെ കാര്യം കഷ്ടം തന്നെ. അവസാനം പുതിയ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന റോഡിലൂടെ ഡ്രൈവർ വണ്ടി എടുത്തു. അവിടെയും സ്ഥിതി മറ്റൊന്നുമല്ല, ട്രാഫിക് തന്നെ. പക്ഷേ മുമ്പുള്ളതിനേക്കാളും കുറച്ച് കുറവുണ്ട്. ഇത് കോടമ്പക്കം. ഈ പാലം നോക്കിക്കേ, അതിലെ ചിത്രങ്ങൾ. റീസെന്റ് ആയിട്ട് ചെയ്തതല്ലാന്ന് മനസ്സിലാകുന്നുണ്ട്, എങ്കിലും കൊള്ളാം. ഈ കോടമ്പക്കം എന്ന് പറയുന്നതാണ് സിനിമാക്കാരുടെ ഏരിയ. ഇവിടെയാണ് AVM സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. പണ്ട് ഒരുപാട് മലയാള സിനിമകളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, കോടമ്പക്കത്തേക്ക് ട്രെയിൻ കയറുകയാണെന്ന്? ആ സ്ഥലം തന്നെയാണ് ഇത്. ഈ ഏരിയ ഫുള്ളായിട്ട് മൺപാത്രങ്ങളുടെ കളക്ഷനുള്ള കടയാണെന്ന് തോന്നുന്നു. വേറെ നിറയെ കടകൾ ഉണ്ടെങ്കിലും ഈ മൺപാത്രങ്ങൾ കൊണ്ടുള്ള സംഭവങ്ങൾ മറ്റെവിടെയും കാണുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ രഥം പോലുള്ള വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഇവിടുത്തെ ആൾക്കാർ മരിക്കുമ്പോൾ അതിലാണ് കൊണ്ടുപോകാറുള്ളത്. ഇവിടെ മരിച്ചവരെ ആഘോഷമാക്കിയാണ് യാത്രയയപ്പ് നടത്തുന്നത്. നമ്മുടെ ബസ് നൂങ്കമ്പക്ക സൈഡിലേക്ക് തിരിക്കുന്നുണ്ട്. ഇവിടെയാണ് വളരെ ഫേമസ് ആയ വള്ളുവർ കൂട്ടം. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ വേണ്ടിവരും. ഭരണം DMK ആയതുകൊണ്ട് ചുമരിലെല്ലാം സ്റ്റാലിന്റെ ചിത്രങ്ങൾ. ഒരു വെയിലത്ത് സൈക്കിളിൽ പോകുന്ന ഈ ചേട്ടനെ സമ്മതിക്കണം. ഇപ്പൊ നമ്മൾ സെൻട്രൽ വരാൻ പോകുന്നു. സെൻട്രലിനെ പെരിയാമേട് എന്നും പറയും. ഇവിടെ ഒരു സ്ഥലത്തിന് തന്നെ പല പേരുകളാണ്. നമ്മൾ പോകേണ്ട പേരീസിന് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇത് ചെന്നൈ കോർപ്പറേഷൻ ബിൽഡിംഗ്. രാത്രി കണ്ടാലാണ് രസം. ലൈറ്റൊക്കെ ഇട്ട് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണതിന്. ഇതിനെ റിപ്പൺ ബിൽഡിംഗ് എന്നും പറയും. ഇതിനടുത്തായി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു പച്ച ബിൽഡിംഗ് ആണ് രാജീവ് ഗാന്ധി ജനറൽ ഹോസ്പിറ്റൽ. രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് രാജീവ് ഗാന്ധി ജനറൽ ഹോസ്പിറ്റൽ എന്ന് പേരിട്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ ബ്രോഡ്വേ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്നാലും ഭയങ്കര സൗണ്ട്. അതാ നമുക്കിനി ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് പോയി നോക്കാം. 12:30 ബസ് കയറി നമ്മള് ഇവിടെ വന്നപ്പോ 3 മണി. ഒന്നും പറയാനില്ല ഗൈസ്, ട്രാഫിക്. ഇതാണ് മദ്രാസ് ലോ കോളേജ്. പഴയ ബിൽഡിംഗ് അല്ലേ, അതുകൊണ്ട് എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നു തോന്നുന്നു. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ചെന്നൈയിൽ ബ്രിട്ടീഷ് കാലത്തുള്ളത് പോലത്തെ നിറയെ ബിൽഡിങ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു മെട്രോ വഴിയിട്ടാണ് നമ്മൾ പാരീസിൽ വരാണെങ്കിൽ വരേണ്ട മെട്രോ സ്റ്റേഷനാണ് ഹൈക്കോർട്ട് മെട്രോ. പിന്നെ ഇവിടത്തെ അന്തേവാസികളായ നായ്ക്കുട്ടികൾ വരാന്തയിൽ തന്നെ ഉണ്ട്. സൂപ്പർ.
പിന്നെ BSNLന്റെ ഓഫീസ്, അത് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ ഹൈക്കോർട്ട് എന്ന് പറയും, ബ്രോഡ്വേ എന്ന് പറയും, ടൗൺ സ്റ്റേഷൻ എന്ന് പറയും. ഇവിടെ ഒരു സ്ഥലത്തിന് തന്നെ ഒരു 10-20 പേര് ഇവര് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഹൈക്കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉള്ളതുകൊണ്ട് ഹൈക്കോർട്ട് എന്ന് പറയാം. ബ്രോഡ്വേ അറിയില്ല. പിന്നെ ജോർജ് ടൗൺ എന്ന് പറയും. പിന്നെ ഇതാണ് പാരീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ചെന്നൈയിലെ പാരീസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. പാരീസ് കോർണറിലെ സ്ട്രീറ്റുകളെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ബാഗ് കട, പിന്നെ ഈ പ്ലാസ്റ്റിക് പൂക്കൾ, ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു ഫുട്പാത്ത് പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നാല് വഴിയരികിൽ നിറയെ കടകളാണ്. വശത്തായി ചെറിയ ചെറിയ ഇടവഴികളുണ്ടാവും. ആ ഒരു ഇടവഴിയിൽ കയറിയാലേ നമുക്ക് കുറച്ചും കൂടെ ലാഭമായിട്ട് സാധനങ്ങൾ വാങ്ങാം. അതിനിവിടെ സന്ത് എന്ന് പറയും. ആ ഒരു സന്തിലെ കാറ്റഗറി വൈസിലെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പെർഫ്യൂം സെക്ഷൻ ആണെങ്കിൽ ആ ഒരു സന്തിൽ പെർഫ്യൂം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള സന്തിൽ പോയാൽ കുറച്ചും കൂടെ ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ബസ് പോകുന്ന റോഡിന്റെ പകുതിയോളം വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാവാം രൂക്ഷമായ ട്രാഫിക്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സന്ത്. ഇവിടെ പൂക്കളുടെ സെക്ഷനാണ്. ഇതിന്റെ അകത്തേക്ക് പോയാൽ പൂക്കൾ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും, ജുവലറിക്ക് ഒരു സെക്ഷൻ ഉണ്ടാവും. അങ്ങനെ നിറയെ സന്തുകൾ ഈ റൂട്ടിലുണ്ട്. രാത്രി സമയത്താണ് നമ്മൾ ഇവിടെ വരുന്നതെങ്കിൽ ഈ സന്തിനകത്തേക്ക് തനിയെ പോകുന്നത് അത്ര സേഫ് അല്ല. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ആൾക്കാരെ കയ്യിൽ നിന്ന് കാശെടുക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. ഇത് സ്റ്റേഷനറി ഐറ്റംസ് മാത്രം കൊടുക്കുന്ന മറ്റൊരു സന്ത്, അതായത് ഒരു ഇടവഴി. ഇത് പെൺകുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇവിടെ വില പേശിയാൽ നമുക്ക് ഇതിനെക്കാട്ടിലും കുറച്ച് കിട്ടും. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് പഞ്ഞമില്ല. നമ്മളൊന്ന് ഐ കോണ്ടാക്ട് കൊടുത്താൽ മതി, തലയിൽ കൈ വെച്ചിട്ട് കാശി കേൾക്കാൻ തുടങ്ങും. ഇനി കൊടുത്തത് കുറഞ്ഞു പോയാലോ ചീത്തവിളി, അത് ഉറപ്പാണ്. ഇനി അങ്ങോട്ട് ഫുട്പാത്തിലും വഴിയോര കച്ചവടക്കാരുണ്ടാവും. കട റെന്റിനെടുക്കാൻ കാശ് കൊടുക്കണമല്ലോ. ഇത് കാശൊന്നും അധികം ചെലവാക്കാതെ ഈ ഫുട്പാത്തിൽ വെച്ച് തന്നെ കച്ചവടം ചെയ്യാം. ഇത് ഇലക്ട്രിക്കൽ സെക്ഷൻ. കുറച്ച് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഈ സെക്ഷനിൽ ഉണ്ടാവും, അതായത് ഈ സന്ധിലുണ്ടാവും. നമ്മുടെ ഏരിയയിൽ ഇതിന് പൊങ്ങെന്നാണ് പറയാറ്. ബാക്കി സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിപ്പോ ഫുട്പാത്ത് എല്ലാം മാറിയിട്ടുണ്ട്. ചെന്നൈയിലെ ഹിന്ദിക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് സൗകാർപേട്ട. ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയാൽ സൗകാർപേട്ട വരും. പിന്നെ റോഡിൽ കൂടെ നടക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ച് വേണം. രണ്ട് സൈഡിലും കടകളും പിന്നെ വഴിയോര കച്ചവടക്കാരും പിന്നെ തുടരെ വരുന്ന വാഹനങ്ങളും. കുറച്ച് കെയർഫുള്ളായി നടക്കുന്നതായിരിക്കും നല്ലത്. ഇത് പഴയ ഒരു റിക്ഷ. ഇവിടെ ഇപ്പോഴും ഇതിൽ ആൾക്കാര് സവാരി ചെയ്യുന്നുണ്ട്. കൊള്ളാം അല്ലേ? ഇതിപ്പോ ഉച്ച സമയമാണെന്ന് ഓർക്കണം, എന്നിട്ടാണ് ഈ തിരക്ക്. ഈ ഒരു സന്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അടികൊണ്ടുണ്ടാക്കിയവയാണ് ഇതെല്ലാം. കാണാൻ നല്ല രസമുണ്ട്. ചെറിയ ചെറിയ തേങ്ങകൾ വിൽക്കുന്ന ചേച്ചി, പിന്നെ കളർ പൊടികൾ, വീണ്ടും ഒരു റിക്ഷക്കാരൻ. ഇത് പിന്നെ ക്ലോക്കും വാച്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട.
നമ്മളിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലേ ഇവിടെ ആൾക്കാർ അവർ തന്നെ ഷീറ്റ് വെച്ച് കെട്ടി പാചകമൊക്കെ ചെയ്ത് കുട്ടികളും കുടുംബവുമായിട്ട് ഇവിടെ കഴിയുന്ന ഒരു ചെറിയൊരു ഏരിയയാണിത്. പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ്, പാവങ്ങൾ. തിരിച്ചു നടക്കാം. നമുക്കിനി ഹൈക്കോർട്ടൊക്കെ കാണണ്ടേ. അപ്പൊ ഇതിനടുത്ത് എവിടെയോ ഹൈക്കോർട്ട് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുറച്ചും കൂടി സമാധാനമായിട്ട് നടക്കാൻ കഴിയും. വഴിയോര കച്ചവടക്കാർ താരതമ്യേന കുറവാണ് ഇവിടെയൊക്കെ. അവസാനം നമ്മൾ ഹൈക്കോർട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു, മദ്രാസ് ഹൈക്കോർട്ട്. ഡെയർ ഹൗസ്, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ബിൽഡിംഗ് ആണ്. അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബീച്ച് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് അവിടേക്ക് പോവാം. ഇന്ത്യൻ പോസ്റ്റിന്റെ ഒരു ബിൽഡിംഗ്, ഇവിടത്തെ പഴയകാല ബിൽഡിംഗ് ഒക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് ബീച്ച് സ്റ്റേഷനിലേക്ക് പോകുന്ന സബ്വേ ആണ്. ഇവിടെയും ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതാണ് ബീച്ച് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പോകേണ്ട സബർബൻ. ഓക്കെ ഗൈസ്, ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.